കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ഭക്തരുടെ ഒപ്പമാണ് എന്ന് ഏവർക്കറിയാമല്ലോ. അപ്രകാരം ഗുരുവായൂരപ്പ ഭഗവാൻ ഒരു സാധു മനുഷ്യനാണ്. അതായത് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ദതിഭാണ്ഡൻ എന്ന ഒരു മനുഷ്യന് മോക്ഷം കൊടുത്ത കഥ കേൾക്കാം. പണ്ട് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ കുഞ്ഞായി ഇരുന്നപ്പോൾ ഗോകുലത്തിലാണല്ലോ വസിച്ചിരുന്നത്. ഗോകുലത്തിൽ ഒരുപാട് ഗോപന്മാരുണ്ടല്ലോ. അതിൽ ഒരു ഗോപനായിരുന്നു ദതിഭാണ്ഡൻ എന്ന മനുഷ്യൻ. ദതിഭാണ്ഡൻ എന്ന അദ്ദേഹത്തിന് വളരെയധികം പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. ദതിഭാണ്ഡന് ആ പേര് വരാൻ കാരണം ദതി എന്ന് വെച്ചാൽ തൈരാണ്. അദ്ദേഹം തൈര് കച്ചവടക്കാരനാണ്. ദതി ഭാണ്ഡത്തിൽ വെച്ചുകൊണ്ട് കച്ചവടത്തിന് നടത്തുന്ന മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദതിഭാണ്ഡൻ എന്ന് വിളിക്കുന്നത്. ചെറുപ്പം മുതൽക്കേ ജീവിത പ്രയാസങ്ങൾ കാരണം ദതിഭാണ്ഡൻ തൈര് കച്ചവടവുമായിട്ട് നടക്കുകയാണ്. രാവിലെ തന്നെ പാലൊക്കെ എടുത്ത് തൈര് റെഡിയാക്കിയിട്ട് അതും കൊണ്ട് ഇങ്ങനെ ഭാണ്ഡത്തിലാക്കി കച്ചവടത്തിനായിട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വേണം നിത്യവൃത്തി കഴിക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് 80 വയസ്സായി കാണും. അന്നേരമാണ് ഗോകുലത്തിലെ നന്ദഗോപർക്ക് ഉണ്ണിക്കണ്ണൻ ജനിച്ച് ഉണ്ണിക്കണ്ണൻ ഒരു ചെറിയ കുട്ടിയായി മുട്ടുകുത്തി കഴിയുന്ന പ്രായമൊക്കെ ആവുന്നത്. ദതിഭാണ്ഡന് നന്ദഗോപർക്ക് കുഞ്ഞ് ജനിച്ച വിവരവും ഒക്കെ അറിയായിരുന്നു. എന്നാലും പുള്ളിയുടെ പ്രയാസം കാരണം, പുള്ളിയുടെ ദൈനംദിന ജീവിതത്തിലുള്ള നെട്ടോട്ടം കാരണം കുഞ്ഞിനെയൊന്നും പോയി കാണാനുള്ള ഒരു സൗഭാഗ്യമൊന്നും ദതിഭാണ്ഡന് ലഭിച്ചില്ല. അപ്രകാരം ദതിഭാണ്ഡൻ എന്നും ഇങ്ങനെ തൈര് കച്ചവടവുമായിട്ട് പോവുകയാണ്. അതും നമ്മുടെ ഗോകുലത്തിലെ ഉണ്ണിക്കണ്ണൻ്റെ വീടിന് മുന്നിലൂടെയാണ് പോകുന്നത്. എന്നിട്ട് പോലും പുള്ളിക്ക് ഒന്ന് അകത്തോട്ട് കയറി കുഞ്ഞിനെ കാണാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചില്ല. പക്ഷേങ്കിൽ ഒരു ദിവസം ദതിഭാണ്ഡൻ ഇങ്ങനെ തൈരുമൊക്കെ ആയിട്ട് വെളുപ്പിന് ഇങ്ങനെ ഗോകുലത്തിൽ ഭഗവാന്റെ വീടിൻ്റെ നടയിലൂടെ ഇങ്ങനെ പോവാണ്. ദതിഭാണ്ഡൻ്റെ ഭാണ്ഡത്തിൽ തൈര്, വെണ്ണ, പാലൊക്കെ ഉണ്ട്. അന്നേരം നമ്മുടെ ഉണ്ണിക്കണ്ണനാവട്ടെ അകത്തുനിന്ന് ഇങ്ങനെ മുട്ടുകുത്തി ഇഴഞ്ഞിട്ട വീടിൻ്റെ വാതിലിൽ വരികയാണ്. ശരിക്കും യശോദാമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഉണ്ണിക്കണ്ണൻ വാതിലെത്തിയത്. ദതിഭാണ്ഡൻ ഭഗവാന്റെ വീടിൻ്റെ മുന്നിലെത്തിയതും ഈ ഉണ്ണിക്കണ്ണൻ കുറച്ച് ആംഗ്യമൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ദതിഭാണ്ഡൻ്റെ ശ്രദ്ധയെ ഒന്ന് ആകർഷിച്ചു. അന്നേരം ദതിഭാണ്ഡൻ നോക്കുകയാണ്. ആഹാ, എന്ത് മനോഹരമായ ഉണ്ണിയാ! ഈ ഉണ്ണിയല്ലേ നന്ദഗോപൻ്റെ? ഞാൻ കാണാതിരുന്നല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ദതിഭാണ്ഡൻ ഉണ്ണിയുടെ അടുത്തേക്ക് എത്തി. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണല്ലോ. ഉണ്ണിക്ക് എന്തേലും കൊടുക്കണമല്ലോ. അന്നേരം കയ്യിലിരുന്ന് കൊടുത്തിന്ന് ശകലം വെണ്ണ എടുത്തിട്ട് ഉണ്ണിക്കണ്ണൻ്റെ വായിലോട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു. നമ്മുടെ കണ്ണനോ അത് വളരെ മനോഹരമായിട്ട് കഴിച്ചങ്ങോട്ട് തീർത്തു. പിന്നെയും നോക്കുക ഇച്ചിരി കൂടെ ഉണ്ടോ എന്നുള്ളത്. അന്നേരം ദതിഭാണ്ഡൻ വീണ്ടും ശകലം കൂടെ വെണ്ണ എടുത്ത് ഭഗവാന്റെ വായിലോട്ട് കൊടുത്തു. ഭഗവാൻ അത് കഴിക്കുകയും ചെയ്തു. അന്നേരം കഴിച്ചു കഴിഞ്ഞതും ഉണ്ണിക്കണ്ണനുണ്ടല്ലോ മുട്ടുകുത്തി തന്നെ വീടിനകത്തോട്ട് വളരെ വേഗത്തിൽ പോയി. നമ്മുടെ ദതിഭാണ്ഡൻ അതങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് തൻ്റെ ഭാണ്ഡവും പാലും തൈരും ഒക്കെ ആയിട്ട് വീണ്ടും കച്ചവടത്തിനായിട്ട് നടന്നു. പിന്നീട് ദതിഭാണ്ഡൻ ദിവസവും ഭഗവാന്റെ വീടിൻ്റെ നടയിലെത്തുമ്പോഴത്തേക്കും ഉണ്ണി ഇങ്ങനെ വരികയും ഉണ്ണിക്ക് വെണ്ണ കൊടുത്തിട്ട് പോവുകയും അതൊരു പതിവായി. എന്നും ഇങ്ങനെയാണ് ദതിഭാണ്ഡൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ഭഗവാന് കൊടുത്തുല്ലോ വെണ്ണ. ആ സമയത്ത് എന്നിട്ട് നടന്നു നേരെ മധുരയിലെത്തിയപ്പോഴത്തേക്കും വിൽക്കാനായിട്ട് കൊണ്ടുപോയ പാലും വെണ്ണയും തൈരും എല്ലാം വിറ്റു തീർന്നു. അത്രയധികം പണവും അദ്ദേഹത്തിന് ലഭിച്ചു. ഇതിനു മുന്നേ കൊണ്ടുപോകുമ്പോഴെല്ലാം എന്തെങ്കിലും ശകലം വിൽക്കുകയാണ് പതിവ്. കഷ്ടിച്ച് അഷ്ടിക്കുള്ള വക കിട്ടുന്നല്ലാണ്ട് മുഴുവനായിട്ട് വിൽക്കുകയോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്രകാരം ദതിഭാണ്ഡൻ വളരെ സന്തോഷത്തോടു കൂടി ദിവസവും നമ്മുടെ ഉണ്ണിക്ക്
വെണ്ണ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് മാത്രമേ അദ്ദേഹം വിൽക്കാനായിട്ട് പോകത്തുള്ളൂ. ഇപ്രകാരം 9 മാസക്കാലം ദതിവാണ്ടൻ ഉണ്ണിക്കണ്ണന് വെണ്ണ കൊടുക്കുന്നത് ആവർത്തിച്ചു. ഈ 9 മാസ കാലയളവ് കൊണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മുട്ടുകാലിൽ നിന്ന് ഇരിക്കാനും നിൽക്കാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ നടന്ന് വന്നിട്ടാണ് വെണ്ണ മേടിച്ച് കഴിക്കാറ്. ഈ 9 മാസ കാലയളവിലും നമ്മുടെ ഉണ്ണിക്കണ്ണൻ ദതിവാണ്ടൻ വീട്ടുമുറ്റത്ത് എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് ഉണ്ടായിരുന്നിരിക്കും. വെണ്ണ കഴിക്കാനായിട്ടാണേ. അദ്ദേഹവും മുടക്കാതെ ഭഗവാന് വെണ്ണ കൊടുത്തതിന് ശേഷം മാത്രമേ കച്ചവടത്തിനായിട്ട് പോകുള്ളൂ. ഇപ്പോഴാണേൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ദതിവാണ്ടൻ ഇപ്രകാരം വെണ്ണയൊക്കെ കൊടുത്തിട്ട് കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴേ ഏകദേശം നന്ദഗോപരുടെ വീടിനടുത്ത് എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ടായി. അപ്പോഴൊന്ന് വിശ്രമിക്കാനായിട്ട് ഭാണ്ഡീരം എന്ന് പറയുന്ന ഒരു വടവൃക്ഷമുണ്ട്. അവിടെ അതിന് ചുവട്ടിലായിട്ട് അദ്ദേഹം ഭാണ്ഡക്കെട്ടും പാത്രങ്ങളൊക്കെ വെച്ചിട്ട് വിശ്രമിക്കാനായി ഇരുന്നു. അപ്രകാരം ഇരിക്കുന്ന നേരത്ത് നമ്മുടെ ദതിവാണ്ടൻ തൻ്റെ കഷ്ട സമയങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. എത്ര ചെറുപ്പത്തിലാണ് താൻ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ വയസ്സാണേൽ 80 ഇനിയും നിർത്താറായില്ലല്ലോ ഭഗവാനെ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാം അടുത്ത ഒരു അനക്കമുണ്ട്. നോക്കിയപ്പോഴുണ്ട് നമ്മുടെ ഉണ്ണി വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഉണ്ണിക്കണ്ണനുണ്ട് അടുത്ത്. ദതിവാണ്ടൻ ഉണ്ണിയെ നോക്കി. ഉണ്ണിയുടെ കണ്ണൊക്കെ കരഞ്ഞ് അങ്ങനെ കലങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു പേടിച്ചിട്ടുള്ളൊരു ഭാവമാണ്. എന്തു പറ്റി? നമ്മുടെ ദതിവാണ്ടൻ ചോദിച്ചു. നമ്മുടെ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, എന്നെ പെട്ടെന്ന് ഒളിപ്പിക്കുക എവിടെയെങ്കിലും. എൻ്റെ അമ്മ എന്നെ അടിക്കാനായിട്ട് ഓടി വരികയാണ് പറയുക. എന്നെ ഒന്ന് ഒളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടോ ഉണ്ണിക്കണ്ണൻ ദതിവാണ്ടനെ നോക്കി. ദതിവാണ്ടൻ ഇങ്ങനെ ആലോചിച്ച് എവിടെയാ ഒളിപ്പിക്കുക. ദതിവാണ്ടൻ ഉണ്ണിക്കണ്ണനോട് പറഞ്ഞു, എൻ്റെ കൈവശം ഈ ഭാണ്ഡവും തൈരുകുടവും വെണ്ണക്കുടവും ഒക്കെ അല്ലേ ഉള്ളൂ. അവിടെ എങ്ങനെയാ ഉണ്ണിക്ക് ഒളിക്കാൻ പറ്റുക? കാരണം ഉണ്ണി ഇച്ചിരി വലുതായില്ലേ. അന്നേരം ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ പറഞ്ഞു, ആര് പറഞ്ഞു? എനിക്ക് ആ തൈരുകുടത്തിനകത്ത് കിടക്കാൻ പറ്റുമല്ലോ. ഞാൻ ഈ തൈരുകുടത്തിനകത്ത് ഒളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണി 2 കാലും കൊണ്ട് പതുക്കെ തൈരുകുടത്തിനകത്തേക്ക് കയറിയിട്ട് ചുരുങ്ങി അങ്ങോട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ദതിവാണ്ടനാണെങ്കിൽ നോക്കിയിട്ട് അങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഉണ്ണി അതിനകത്ത് കയറിയത്? ഒരു കുഞ്ഞ് തൈരുകുടമാണ്. അതിനകത്ത് ഒരു വയസ്സായ ഉണ്ണി എങ്ങനെയാ കയറിയേ? ദതിവാണ്ടന് ആകെ അത്ഭുതമായി. ഈ കാഴ്ച കണ്ടപ്പോഴേക്കും ദതിവാണ്ടന് പെട്ടെന്നൊരു ഉൾവിളി തോന്നി. ഭഗവാനെ, 1 വയസ്സായ ഒരു കുട്ടിക്ക് ഈ ഇത്ര ചെറിയ ഒരു തൈരുകുടത്തിൽ കിടക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് സാധാരണ കുട്ടിയല്ല, ഭഗവാനാണ്, ഈശ്വരനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉൾവിളി നമ്മുടെ ദതിവാണ്ടന് ഉണ്ടായി. ഈ കുഞ്ഞ് നാരായണ ഭഗവാനാണ് എന്ന് ദതിവാണ്ടന് ഉൾവിളി ഉണ്ടായി. അതും ഭഗവാന്റെ ഇച്ഛ തന്നെയാണല്ലോ. ഭഗവാന്റെ ഇച്ഛ ഇല്ലാണ്ട് ആർക്കും ഒന്നും തന്നെ നേടാനും മനസ്സിലാക്കാനും സാധിക്കില്ല. അന്നേരം ദതിവാണ്ടൻ ചോദിച്ചു, ഉണ്ണിയെ നാരായണ ഭഗവാനാണോ അങ്ങ്? അത് കേട്ട മാത്രല്ല ഉണ്ണി ഇപ്രകാരം പറഞ്ഞു, അതിലെന്താ സംശയം? ഉണ്ണിക്കണ്ണൻ ചോദിച്ചു തിരികെ. അപ്പോൾ നമ്മുടെ ദതിവാണ്ടൻ ചോദിച്ചു, നാരായണനാണെങ്കിൽ ഭഗവാന്റെ സ്വരൂപം ഒന്ന് എനിക്ക് കാണിക്കാമോ? അന്നേരം നമ്മുടെ ഉണ്ണിക്കണ്ണൻ തൈരുകുടത്തിനകത്ത് തന്നെ ആനന്ദശായിയായ ശ്രീ പത്മനാഭസ്വാമിയായ ഗുരുവായൂരപ്പ ഭഗവാനായ നാരായണ ഭഗവാനെ കാണിച്ചു കൊടുത്തു. ആ കാഴ്ച കണ്ട സകലതും മറന്ന് അങ്ങനെ ദതിവാണ്ടൻ നിൽക്കുകയാണ്, കൈകൂപ്പി നിൽക്കുകയാണ്. അന്നേരം ഭഗവാൻ ദതിവാണ്ടനെ വിളിച്ചു, കൈ ഇങ്ങോട്ട് തരൂ. ദതിവാണ്ടൻ കൈ നീട്ടി. ഭഗവാൻ ദതിവാണ്ടൻ്റെ കൈ പിടിച്ചിട്ട് തൈരുകുടത്തിനകത്തേക്ക്, അതായത് ഭഗവാന്റെ അകത്തേക്ക്, ഭഗവാന്റെ ഉള്ളിലേക്ക്, ശ്രീ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ ദതിവാണ്ടനെയും കൊണ്ട് പോയി. ഇപ്രകാരം ദതിവാണ്ടന് ഭഗവാൻ മോക്ഷം കൊടുത്തു. ഭഗവാനിൽ അദ്ദേഹത്തിന് ലയിക്കാൻ സാധിച്ചു. ഇപ്രകാരം നിരവധി ലീലകൾ, നിരവധി കഥകൾ ഗുരുവായൂരപ്പ ഭഗവാനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കുറിച്ചുണ്ട്.
ഇപ്രകാരമുള്ള കഥകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് തന്നെ നമ്മുടെ പുണ്യമാണ്. ഭഗവാനെക്കുറിച്ച് അറിയുക, ഭഗവാനിലുള്ള ഭക്തി വർദ്ധിപ്പിക്കുക, ഇവയൊക്കെയാണ് നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഏക മാർഗം. ഒപ്പം നാമജപം തീർച്ചയായും വേണം. ഓം നമോ നാരായണായ. ഇവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.